ഫോട്ടോ എടുക്കുന്നതാണ്. എന്നിട്ട് ഇന്ത്യനാണ് പറഞ്ഞത്. പ്രിയരെ, ഞാൻ ഇത്തിരി ക്ഷീണിതനാണ്, മറ്റൊന്നുമല്ല. ഇന്നലെ ഞാൻ എത്തിയത് തിരുവനന്തപുരത്ത് നിന്നാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങേയറ്റത്തേക്കാണ് എത്തിയത്. ഒരു പദയാത്ര പോലെയാണ് വന്നിരിക്കുന്നത്. അവിടുന്ന് റോഡ് മാർഗം, പിന്നെ കൊച്ചിയിൽ നിന്ന് ട്രെയിനിലുമാണ്. കേരളത്തിന്റെ ഒരറ്റം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം, പേട്ട, മുരിക്കുമ്പുഴ, ചിറയൻകീഴ്, കിടക്കാവൂർ, വർക്കല, പരവൂര്, കൊല്ലം, മണ്ടൂതിർത്ത്, ശാസ്താംകോട്ട, കരുനാഗപ്പള്ളി. തന്നെ മനസ്സിലായി. കാരണം ഇതുപോലെ ഈ രണ്ടുപേര് ഇപ്പൊ ഇവിടെ നിന്നില്ല. ഇതുപോലെ തന്നെ വന്നപ്പോൾ മുതൽ എൻ്റെ കൂടെ 2-3 പേരുണ്ട്. ആ സ്നേഹം കൊണ്ട് തന്നെയാണ്. ലയൺസ് ക്ലബ്ബ് പാവങ്ങൾക്ക് ഓട്ടോറിക്ഷ കൊടുക്കുന്നു, പല സഹായങ്ങളും, വീട് വെച്ച് കൊടുക്കുന്നു. എനിക്കൊരു 5 സെന്റ് ഭൂമിയും വീടും തരുകയാണെങ്കിൽ ഞാനിവിടെ നിന്നോളാം, MP പോലെ. അപ്പോ കാരണം കാസർഗോഡിയാൻ പരിപാടികൾക്ക്, കാരണം ഞാനിപ്പോൾ ഇത്രയും സ്ഥലങ്ങൾ പറയാനുള്ള കാരണം എൻ്റെ ജീവിതാനുഭവം തന്നെയാണ്. മിമിക്രി എന്ന് പറയുന്ന കലാരൂപം എന്ന് പറഞ്ഞാൽ എല്ലാ ക്ഷേത്രങ്ങളിലും, എല്ലാ പള്ളികളിലും അവതരിപ്പിച്ചിട്ടുണ്ടോ. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് തവണ കാസർഗോഡ് ബലിയെടുക്കുക, ബന്തെടുക്കുക, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ വന്നിട്ടുള്ളതാണ്. ഇവിടെ വന്നപ്പോൾ എനിക്ക് സന്തോഷം തോന്നിയത് മറ്റൊന്നുമല്ല, ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ, അതായത് ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളുമായിട്ട് ഒരുമിച്ചിരിക്കുന്നൊരു സന്ദർഭം. അതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. കാരണം നമ്മളുടെ ഓരോ ദിവസവും ഓരോ രാത്രിയും നമ്മളുടെ കഴിഞ്ഞു പോകുമ്പോൾ നമ്മുടെ ആയുസ്സാണ് കഴിഞ്ഞു പോകുന്നത്. ആ സമയത്ത് നമ്മളുടെ ഗോൾഡൻ ആയിട്ടുള്ളൊരു ഹവറാണ്. ഗോൾഡൻ ഹവർ എന്ന് പറയുന്ന പോലെ നമുക്ക് ഒരുമിച്ചിരിക്കാൻ സാധിക്കുന്നതിന് ഏറ്റവും വലിയ ഭാഗ്യമാണ്. കാരണം ഇന്ന് കുട്ടികളെന്ന് പറയുമ്പോൾ തന്നെ, ഇപ്പോ സാറിന് എത്ര മക്കള്? ഒരാളാണ്. എത്ര മക്കള്? 2, 1, 2. എൻ്റെ അപ്പൻ്റെയൊക്കെ കുടുംബത്തിൽ 10 മക്കളൊക്കെയാണ്. അതിൽ 2 നന്നാവും, 2 വേറെ വഴിക്ക് പോകും, 2 ചിലപ്പോൾ അമേരിക്കയിൽ പോകും. അത് കഴിഞ്ഞ് എൻ്റെ തലമുറ വന്നപ്പോഴേക്കും ഞാനും എൻ്റെ പെങ്ങളും മാത്രമേ ഉള്ളൂ. പലരുടെയും വിചാരം എനിക്ക് 4 മക്കളുണ്ടെന്നാണ്. എൻ്റെ ഹൗസ്ഫുൾ എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഹൗസ്ഫുൾ എന്ന് കുട്ടികൾ, 4 കുട്ടികളുള്ള ഒരു സ്റ്റോറിയാണത്. അപ്പോൾ ഒരു സ്ഥലത്ത് വന്നപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പൾ, അവിടുത്തെ ഒരു കന്യാസ്ത്രീ ആയിരുന്നു. അവര് ചോദിച്ചു, മോന് 4 കുട്ടികളാണല്ലേ? ഞാൻ പറഞ്ഞു, സിസ്റ്റർ ഏത് അഭിനയമാണ്. അപ്പോൾ അഭിനയം അങ്ങനെയാണെങ്കിൽ ഒറിജിനലായിട്ട് എന്തായിരിക്കും എന്ന് ചോദിച്ചു. എനിക്ക് പറയുന്ന 1-2 ഉള്ളൂ. അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്ന് ഞാൻ MP-യുടെ പ്രസംഗം സശ്രദ്ധ ഞാൻ കേൾക്കുകയായിരുന്നു. കാരണം 12 വയസ്സ് 15 വയസ്സ് വരെ ഉറുമ്പരിക്കാതെ തലയിൽ വെച്ചാൽ പേനരിക്കുമെന്ന് വിചാരിച്ച് അങ്ങനെ കൊണ്ടുകിടക്കുന്നവരാണ് നമ്മൾ. അപ്പം അത് ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മുടെ ജീവിതം. അവർ വഴിതെറ്റിപ്പോയാലെല്ലാം തെറ്റിപ്പോകും. അപ്പം എൻ്റെ ലയൺസ് ക്ലബ്ബുമായിട്ടുള്ള എൻ്റെ സ്നേഹം എന്ന് പറയുന്നത് എൻ്റെ ആദ്യ സിനിമ മുതൽ റിലേറ്റഡ് ആണ്. കാരണം അദ്ദേഹം എന്താണ് സ്നേഹം എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞ എൻ്റെ മറ്റൊരു വ്യാഖ്യാനം, ഒരു സിനിമാ താരം എന്ന നിലയിൽ ഞാൻ പറയുകയാണ്. ഞാൻ ഭൗതികമായിട്ട് സംസാരിക്കാനൊന്നും വന്നതല്ല. എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായ അനുഭവങ്ങളിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ്. കാരണം ഈ പ്രാഞ്ചി എർണാണ്ടസ് സെയിന്റ് എന്ന് പറയുന്ന സിനിമകൾ കണ്ടിട്ടുണ്ട്. അത് റിപ്പീറ്റായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ്. അത് ഒരു തമാശ സിനിമയായിട്ടാണ് കണ്ടിട്ടുള്ളത്. മമ്മൂക്ക നായകൻ, അതിൻ്റെ ഡ്രൈവറായിട്ടാണ് ഞാൻ സിനിമയിലേക്ക് എത്തുന്നത്. അത് ഷൂട്ട് ചെയ്ത സ്ഥലത്തുള്ള ഒരാളുടെ ഒരു ഡോക്ടറാണ്. അദ്ദേഹം ലയൺസ് ക്ലബ്ബ് മെമ്പറായിരുന്നു. യഥാർത്ഥത്തിൽ അന്നാണ് ലയൺസിനെ കുറിച്ച് ഞാൻ കൂടുതൽ അറിയുന്നത്. ആ സിനിമയിൽ ഒരു രംഗമുണ്ട്. അതായത് ഇപ്പോൾ ഇന്നലെ പത്മഭൂഷൺ മമ്മൂട്ടി എന്ന പേരിലാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. അതില് ഈ ഫ്രാൻസിസ് അസീസി എന്ന പുണ്യാളുടെ മുന്നിൽ പ്രാർത്ഥിക്കുകയാണ് പ്രാഞ്ചിയുടെ. എനിക്ക് വേണ്ടത് പ്രശസ്തിയാണ്, എനിക്ക് കാശ് വേണം, നാട്ടുകാരുടെ ഇടയിൽ സ്വാധീനം വേണം എന്ന് പറയുമ്പോൾ ഫ്രാൻസിസ് അസീസി പറയുന്ന വാക്ക് ഇങ്ങനെയാണ്: സ്വർണം കൊണ്ട് ദൈവത്തിന് ഗോപുരം പണിയുന്നവരല്ല, ഒരാളെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്തുന്നവനാണ് പുണ്യവാൻ. ഇങ്ങനൊരു വരി ബൈബിളിലോ ഖുർആനിലോ ഭഗവത്ഗീതയിലോ ഇല്ല. പക്ഷെ ഇന്ന് ഞാൻ നമ്മുടെ MP-യുടെ പ്രസംഗം കേട്ടപ്പോൾ അത് വീണ്ടും എൻ്റെ ഓർമ്മയിലേക്ക് വന്നു. ഞാൻ സ്പോണ്ടേനിയസ് ആയിട്ട് സംസാരിക്കുന്ന ഒരാളാണ്, അവിടുത്തെ സിറ്റുവേഷൻ അനുസരിച്ച് സംസാരിക്കുന്ന ഒരാളാണ്. അപ്പോഴാണ് ഞാനിത് ഓർത്തത്. കാരണം അദ്ദേഹത്തിൻ്റെ വാക്ക് വളരെ ഇമോഷണൽ ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഈ മോതിരം പോലും അർത്ഥെടുക്കുമെന്ന് പറയുമ്പോൾ നമ്മൾ വെറും കസ്റ്റോഡിയൻ മാത്രമാണ്. നമ്മുടെ കയ്യിൽ ഉള്ളത് മറ്റൊരാൾക്ക് പോവുകയാണ്. നമ്മൾ കടന്ന് ഓടുന്നതും കഷ്ടപ്പെടുന്നതും ഒക്കെ നമ്മൾ മരണത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തിനാണ് ഈ നമ്മുടെ ജീവിതത്തിന് ഞാൻ എൻ്റെ വീട്, എൻ്റെ കുടുംബം എന്ന് പറഞ്ഞ് മാത്രം ജീവിക്കുന്നത്? അത് കാണാത്തത് ലയൺസ് ക്ലബ്ബിലാണ്. കാരണം നിങ്ങളെല്ലാം രക്തബന്ധുക്കളാണ്, ആരുടെയൊക്കെയോ രക്തബന്ധുക്കൾ. ഞാൻ ഈ ഓട്ടോറിക്ഷ കണ്ടപ്പോൾ തന്നെ ശ്രദ്ധിച്ചു, എത്രയോ പേരുടെ ജീവിതമാണത്. അതാണ് പറഞ്ഞത്, സ്വർണം കൊണ്ട് ദൈവത്തിന് ഗോപുരം പണിയണ്ട. അതിന്റെ സംവിധായകൻ രഞ്ജിത്ത് കോഴിക്കോട്ടുകാരാണ്. ഞാൻ ചോദിച്ചു, എൻ്റെ ഗുരുനാഥനാണ്. ഞാൻ ചോദിച്ചു, എന്താണ് അത് അർത്ഥമാക്കുന്നത്? അത് ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല. നമ്മൾ വലിയ വലിയ പള്ളികളും അമ്പലങ്ങളൊക്കെ പണിയുന്നുണ്ട്.
ദൈവം പട്ടിണിയല്ല, വീടില്ലാതെ ജീവിക്കുന്ന ആളല്ല. ദൈവം നമുക്ക് വീട് വെച്ചിരുന്ന ഒരാളാണ്. അപ്പൊ കോടികൾ മുടക്കി ദൈവത്തിന് തിരിച്ചു വീട് പടുത്തു കൊടുക്കേണ്ട ഒരാളെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്തുന്നവരാണ് പുണ്യവാൻ. ദൈവത്തിന് ആഗ്രഹം അതാണ്, നമ്മുടെ സഹജീവികളെ കൈപിടിച്ച് നടത്തുക. അതാണ് ലയൺസ് ക്ലബ് ചെയ്യുന്നത്. അതാണ് പുണ്യപ്രവൃത്തി. ഇവിടെയാണ് പള്ളിയും അമ്പലവും മസ്ജിദെല്ലാം. അല്ലാതെ ഞാൻ പള്ളി പണിയണ്ട അല്ലെങ്കിൽ അമ്പലം പണിയണ്ട, നിരീശ്വരവാദി ഒന്നും അല്ലട്ടോ, കയ്യിൽ കുരിശായിട്ട് കിടക്കുന്ന ഒരാളാണ്. പക്ഷെ ഞാൻ പറയുന്നത് മറ്റൊന്നുമല്ല, ആ സിനിമയിൽ ഇന്ന് പറഞ്ഞ വ്യാഖ്യാനമുണ്ട്. രാജ്മോഹൻ ഉണ്ണിത്താൻ സാറ് പറഞ്ഞു, അതായത് നമ്മളൊന്നും കൊണ്ടുപോകുന്നില്ല, ഒരാളെ കൈപിടിച്ച് ജീവിതത്തിലേക്ക് നടത്തുന്നതാണ്. അതാണ് നമ്മുടെ തലമുറക്ക് ഗുണം ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അതുപോലുള്ള ആൾക്കാരുടെ ഇടയിലിരിക്കാൻ സാധിക്കുന്നത് എനിക്ക് കിട്ടുന്ന എനർജിയും ഓറയുമാണ്. അതിൻ്റെ ഇടയിൽ ഇരിക്കാൻ അവസരം തന്നതിന് ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. നിങ്ങളോടൊപ്പം സമയം ചെലവഴിക്കാൻ പറ്റുന്നത് ഒരു ഭാഗ്യമാണ്. ഇതൊരു മാതൃകയാണ്, മോട്ടിവേഷനാണ്. ഇങ്ങനെയുള്ളവരെ കാണുമ്പോഴാണ് ഇങ്ങനെയുള്ളവരുണ്ടെന്ന് നമ്മൾ അറിയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ചുറ്റുപാട് കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർണ്ണശബളമായ ഒരു ലോകത്താണ് ഞാൻ ജീവിക്കുന്നത്. ഞാൻ എൻ്റെ വീട്, എൻ്റെ കാറ് എന്ന് പറഞ്ഞ് മാത്രം ജീവിക്കുന്നവരാണ്. അത് നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്രൗഡിൻ്റെ ഇടയിൽ ഇരിക്കുമ്പോൾ നമുക്ക് ആ ഓറ കിട്ടും. അവരുടെ ഈ ഒരു ദർശനം തന്നെ എനിക്കൊരു ഓറ ലഭിക്കുന്ന കാര്യമാണ്. എനിക്കിവിടെ വന്നപ്പോൾ കുറേ കുട്ടികളുണ്ട്. ഇവിടെ കാസർഗോഡ് പ്രൊഡക്ഷൻ കുറവാണെന്ന് ആരാ പറഞ്ഞത്? അനുഗ്രഹമാണ്. കാരണം ഇനിയും ഞാൻ വരുമ്പോൾ തലമുറകളുണ്ടെങ്കിൽ ഇതുപോലുള്ള ഓഡിയൻസ് ഉണ്ടാവുള്ളൂ. അത് ദൈവാനുഗ്രഹമാണ്. പല കുട്ടികളും വന്നിട്ടുണ്ടാവില്ല അവരുടെ കാര്യത്തിൽ. എന്നാലും ഞാൻ കുറേ കുട്ടികൾ വന്ന് എന്നോടൊപ്പം സെൽഫി എടുത്തപ്പോൾ ഞാൻ സന്തോഷിച്ചു. കാരണം ഭൂമിയിലെ മാലാകമാരാണ് ഈ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത്. ഈ പറയുന്ന സാറ് പറഞ്ഞാൽ 1-2 ഒക്കെ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നമുക്ക് അവർക്ക് ഒരു സാന്നിധ്യം കൊടുക്കുക. അവർക്ക് 10 ലക്ഷം രൂപയോ അല്ലെങ്കിൽ ഒരു കാറോ ഒന്നും മേടിച്ചു കൊടുത്ത സന്തോഷമാവില്ല. അവർ സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോഴോ അവർ സ്കൂളിൽ പെർഫോം ചെയ്യുമ്പോഴോ അവർ ആലോചിക്കുന്നതും ആഗ്രഹിക്കുന്നതും ആ 4 കണ്ണുകൾ എന്നെ കാണുന്നുണ്ടോ എന്നാണ്. എൻ്റെ അപ്പൻ്റെ 2 കണ്ണ്, എൻ്റെ അമ്മയുടെ 2 കണ്ണ്, അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദറിൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ കണ്ണുകൾ എന്നെ പതിക്കുന്നുണ്ടോ എന്നാണ്. അപ്പോൾ നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സാമീപ്യമാണ്. എനിക്ക് പലപ്പോഴും അത് സാധിച്ചിട്ടില്ല. കാരണം ഞാൻ ഇതുപോലുള്ള യാത്രകളിൽ പോകുമ്പോൾ എൻ്റെ മകന്, അവൻ പെർഫോമറാണ്, അപ്പോൾ അവന് ഞാൻ എൻ്റെ സാന്നിധ്യം കൊടുക്കാൻ സാധിച്ചിട്ടില്ല. അപ്പം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് അത് ജഗദീഷ് ശ്രീകുമാർ പറഞ്ഞു തന്നാണ്. ഞാൻ വീണ്ടും MP യുടെ ഒരു വാക്യം കടമെടുക്കുകയാണ്. കാരണം ജഗദീഷ് ശ്രീകുമാർ എൻ്റെ അടുത്ത് പറഞ്ഞത് അടുത്ത തലമുറയ്ക്ക് ഒരു 5 സെന്റ് ഭൂമിയും ഒരു വീടും മാത്രം കൊടുത്താൽ മതി. MP പറഞ്ഞത് അല്ലെങ്കിൽ കൂടുതൽ സ്വത്താവുമ്പോൾ മക്കൾ തമ്മിൽ അടിക്കുമെന്ന്. ഇത് അങ്ങനെയല്ല പറഞ്ഞത്. എനിക്ക് തന്നത് ഈ കൂടുതൽ ഉണ്ടാവുമ്പോഴേക്കും അവൻ്റെ അധ്വാനത്തിൻ്റെ ഫലം, അങ്ങനെയാണ് ഇത് അധ്വാനിച്ച് അതിൻ്റെ സ്വെറ്റ്, നമ്മുടെ വേർപ്പിലൂടെ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വില മറ്റൊന്നിനും ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് അവർക്ക് കൊടുക്കേണ്ടത് ഒരേ ഒരു കാര്യമാണ് വിദ്യാഭ്യാസം. ലോകത്ത് കാശ് കൊടുത്താൽ കിട്ടാത്ത ഒരേ ഒരു കാര്യമുള്ളൂ വിദ്യാഭ്യാസം. ബാക്കി എന്ത് കാശ് കൊടുത്ത് മേടിക്കാം. അതുകൊണ്ട് തന്നെ ഞാൻ സിനിമയിൽ ആദ്യം ചാൻസ് ചോദിച്ചിട്ടുള്ളത് മമ്മൂക്കടുത്ത് ചെന്നപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഡിഗ്രിക്ക് മലയാളം കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ ചെന്നപ്പോൾ മമ്മൂക്ക പറഞ്ഞത് ഇങ്ങനെയാണ്: ആദ്യം നീ പോയിട്ട് നിന്റെ ബേസിക് എഡ്യൂക്കേഷൻ പൂർത്തിയാക്കും, എന്നിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. ഈ ഗോലോട്ടൊക്കെ എന്നിട്ട് മതി കേട്ടോ. ഇങ്ങനെ